അങ്ങനെ അത് ദൂർത്തടിച്ച് ഒരു വീടെങ്കിലും ഈ 402 വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ച രംഗത്ത് നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു? ഒരു വീട് നിങ്ങൾക്ക് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനവും മറ്റ് യുവജന പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വലിയ രൂപത്തിലുള്ള വ്യത്യാസം തിരിച്ചറിയാം. ഡിവൈഎഫ്ഐ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പണവും വസ്ത്രവും മരുന്നും എത്തിക്കാൻ വേണ്ടിയാണ് പിരിക്കുന്നു പറഞ്ഞാൽ അത് അവിടെ കൊടുക്കും. അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞാൽ അത് അവിടെ കൊടുക്കും. ആശുപത്രിയിലേക്കാണെന്ന് പറഞ്ഞാൽ അത് അവിടെ കൊടുക്കും. എന്തിനു വേണ്ടിയാണോ പണം പിരിക്കുന്നത് ആ പിരിക്കുന്ന പണം പിരിക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നെത്തിക്കുന്ന പാരമ്പര്യമാണ് ഡിവൈഎഫ്ഐക്കുള്ളതെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാര് ഈ തരത്തിൽ പിരിച്ച പണങ്ങളെല്ലാം അവർ പുട്ടടിച്ചു പോയി, അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ദുർച്ചെലവ് ചെയ്ത് അത് ദൂർത്തടിച്ചു കൊണ്ടുപോയി എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ സംസ്ഥാനത്ത് മറ്റുതര യുവജന പ്രസ്ഥാനത്തെയും ഡിവൈഎഫ്ഐയും തമ്മിൽ ബഹുജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവജന പ്രസ്ഥാനം എന്ന രൂപത്തിൽ ബഹുജനങ്ങളുടെ പോലും ഇത്രയേറെ അംഗീകാരം ലഭിക്കാനിടം. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു, ഇന്നലെ നമ്മുടെ ഒരു മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവും അതുപോലെ തന്നെ ഇപ്പോൾ അമ്പലപ്പുഴ MLA ആയ സുധാകരൻ ഇന്നലെ ഒരു പരാമർശം നടത്തുന്നത് ഇന്ന് ഫേസ്ബുക്കുകളിലൊക്കെ ചർച്ച ചെയ്യാം. ഇന്നലെ ധാരാളമായി TV-കളിലെല്ലാം ചർച്ച ചെയ്തു. എന്താണത്? ഒരു സംഘടനയും പൊതിച്ചോറുമായി ആശുപത്രിക്ക് വരാൻ പറ്റില്ല, അത് സർക്കാർ കൊടുക്കണം. ഒരു സംഘടനയും പൊതിച്ചോറ് കൊടുക്കേണ്ടതില്ല. ഇന്നലെ കേരളീയ സമൂഹം ഉണർന്നെഴുന്നേറ്റ് ആരും പറയാതെ ഡിവൈഎഫ്ഐയുടെ സംരക്ഷകരായി പൂർണ്ണമായി സൈബർ ആക്രമണത്തിന്റെ കൂരമ്പുകൾ തൊടുത്തുവിട്ട് ഒരു വലയത്തിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോ ഇന്ന് സുധാകരൻ നേരം വെളുത്തപ്പോ വാക്ക് മാറ്റി പറഞ്ഞു, ഞാൻ അകത്ത് കയറ്റി കൊടുക്കരുതേ പറഞ്ഞോളൂ, പുറത്തു കൊടുക്കാം എന്നായി. അപ്പോൾ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ അപമാനിക്കാൻ കേരളീയ സമൂഹം സമ്മതിക്കില്ല. കാരണം എരിയുന്ന പൊരിയുന്ന വയറിന് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ തയ്യാറാവുന്ന മാനസികാവസ്ഥ മാത്രം കേരളത്തിൽ ഉദയം ചെയ്യുന്നതാണ്. കോടിക്കണക്കിന് മനുഷ്യർ വിശന്ന് വലയുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പാവങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ ചോറും പൊതിയുമായി ഹൃദയപൂർവ്വം പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏക യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നു. അതാണ് ഇന്ന് സൈബർ ആക്രമണത്തിലൂടെ ആ ചോറുപൊരി കൊടുക്കുന്നതിനെ അപമാനിച്ച സുധാകരനെതിരെ വ്യാപകമായി ഇന്ന് സൈബർ ആക്രമണം ഉണ്ടാവാനിടവർ. ആ സുധാകരന് നേരം പുലരുമ്പോഴേക്ക് പറഞ്ഞ വാഴയും നേരെ തലകരുതി തിരുത്തി പറയേണ്ടി വരും. വെച്ചാൽ ഡിവൈഎഫ്ഐക്ക് വേണ്ടി വാദിക്കാൻ ഡിവൈഎഫ്ഐ കേരളീയ സമൂഹം അങ്ങനെ വിശ്വാസപ്പെടുത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് അത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് ഇന്ന് മാറി പറയാൻ സുധാകരൻ ഇടവരുന്ന സാഹചര്യം സംജാതമാക്കി. അത്തരത്തോളം ഡിവൈഎഫ്ഐ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ പ്രസ്ഥാനമായി. ആ രൂപത്തിൽ ഡിവൈഎഫ്ഐ എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന ഈ മഹത്തായ പ്രസ്ഥാനം നാടിന്റെ സമകാലീന സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലും എന്നും നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രത്യേകിച്ചും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം. നമ്മുടെ നാട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യാനന്തര ഭാരതം